ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസം. അപ്പോൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നമ്മൾ ഉപഭോക്താക്കളെ കുറിച്ചിട്ടും അവർ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറച്ച് ലോസും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ എന്താണ് ഉപഭോക്താവ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ മുന്നേ പറയണ പോലെ തന്നെ ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെഫിനിഷൻസ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ് ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ഏതൊരു വ്യക്തിയെയും ഉപഭോക്താവ് എന്ന് പറയാം. നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാം. അങ്ങനെയുള്ള ആളെ നമ്മൾ എന്ത് പറയാം? ഉപഭോക്താവ് എന്ന് പറയാം. ഇനി എന്താണ് ഈ സാധനങ്ങൾ? നമ്മൾ വാങ്ങുന്ന ഭക്ഷണം, വസ്ത്രം, ഇന്ധനം, അതൊക്കെ എന്താണ്? സാധനങ്ങളാണ്. സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വൈദ്യുതി. ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു, അപ്പോൾ നമ്മുടെ ആരോഗ്യം, ശുചിത്വം, ഇനിയിപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകുന്നു, അതാണ് വൈദ്യുതി. നമ്മൾ ഗതാഗതം യൂസ് ചെയ്യണു, വണ്ടിയിലൊക്കെ യൂസ് ചെയ്യണു, ബസ്സൊക്കെ ഉപയോഗിക്കുന്നു, അപ്പോൾ ഗതാഗതം, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സേവനങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ എന്ത് പറയാം? ഉപഭോക്താവ് എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് ഈ ഉപഭോക്താക്കളുടെ ഉത്തരവാദിത്തങ്ങൾ? ഗ്യാരണ്ടി കാർഡ്, ബില്ലുകൾ, രസീതുകൾ എന്നിവ ഓരോ ഉപഭോക്താവും സൂക്ഷിച്ചു വയ്ക്കുക. കച്ചവടക്കാരുടെ മനോഹരമായ പാക്കിംഗ്, ലേബൽ, അമിത സംസാരം, സൗജന്യ സംസാരം, പരസ്യം എന്നിവയിൽ ആകൃഷ്ടരായി ചതിയിൽ പെടാതിരിക്കുക. അപ്പം അങ്ങനെ നമ്മളെ നല്ലോണം പരസ്യമൊക്കെ കാട്ടി അല്ലെങ്കിൽ എന്താണ് ആ ലേബലൊക്കെ കണ്ട് നമ്മൾ പോയി വീഴാണ്ട് നമ്മൾ വാങ്ങുന്ന സാധനം ഗുണനിലവാരമുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഉപയോഗം, കൈകാര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് ഉൽപാദകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇപ്പോൾ ചില വസ്ത്രങ്ങളുടെ കേസിലൊക്കെ ആണെങ്കിൽ പറയൂലേ, ഡ്രൈ വാഷ് ചെയ്യണം എന്നൊക്കെ പറയണം. അത് അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ അതുകൊണ്ട് പോയിട്ട് നമ്മൾ പോയി നനച്ച് കഴുകി അലക്കി നല്ലോണം അടിച്ച് അലക്കി കഴിഞ്ഞിട്ട് അത് കേടായിട്ട് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉൽപ്പന്നങ്ങൾ പാഴാക്കാതിരിക്കുക. വാങ്ങുന്നതിന് മുൻപ് മാർക്കറ്റിനെ കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും നന്നായി പഠനം നടത്തുക. ഉൽപ്പന്നങ്ങൾ കുറവ് വരുമ്പോൾ അധിക ഉപയോഗം കുറയ്ക്കുകയും അത് പാഴാക്കാതിരിക്കുകയും ചെയ്യുക. എപ്പോഴെങ്കിലും കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കേസ് കൊടുക്കണം, കേസ് ഫയൽ ചെയ്യുക. നന്നായി സീൽ ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുക. കേടില്ലാത്തൊക്കെയാണ് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങുക. അപ്പം നമ്മളെ ചതിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് എന്താണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മൾ കമ്പോളത്തിൽ നിന്നൊരു ഉൽപ്പന്നം വാങ്ങുകയാണ്. നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു ഉപഭോക്താവ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു? ഉപഭോക്താവിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ കണ്ടത്. ഒരു കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ കണ്ടത്. ഇനി ഒരു കൺസ്യൂമർ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്? നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്? ഒന്ന്, പ്രൈസ് വേരിയേഷൻ, വിലയിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ MRP ഒരു വില കാണും. അപ്പോൾ ചില ആൾക്കാരെന്താണ്, ഇപ്പോൾ സ്റ്റോക്ക് തീർന്നു പോവാണ്, അപ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് വില കൂട്ടും. അപ്പോൾ അതല്ല, എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ പൂഴ്ത്തിവെപ്പൊക്കെ നടത്തും അല്ലേ. എന്നിട്ട് ഇപ്പോൾ അതിനൊരു ആവശ്യം വരുന്ന ഒരു സമയത്തേക്ക് വേണ്ടി ഒരു മാറ്റി വയ്ക്കും. എന്നിട്ട് അവരുടെ കയ്യിലാണ് ആ സാധനം ഉണ്ടായിരിക്കുള്ളൂ, വേറെ ഒരിടത്തിലും കിട്ടാനില്ലാണ്ടാകുമ്പോൾ അവർ അമിത വിലയ്ക്ക് അത് ഇടും. അത് MRP വിലയേക്കാളും കൂടുതലായിട്ട് ഇടും. അപ്പോൾ വിലയിൽ വരുന്ന വേരിയേഷൻ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അടുത്തത് അഡൾട്ടറേഷൻ ആൻഡ് പുവർ ക്വാളിറ്റി, മായം ചേർക്കൽ, അതുപോലെ കുറഞ്ഞ ഗുണനിലവാരം. പല വസ്തുക്കളിലും എന്തുതന്നെയാണ്? മായം ചേർത്ത സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ത്? ഈ അഡൾട്ടറേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നോൺ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഹോർഡിങ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ്, ലഭ്യതക്കുറവ്, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലഡ് വരുമ്പോൾ എന്താ ചെയ്യുക? എല്ലാവർക്കും വേറെ സാധനങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അതിങ്ങനെ എടുത്തു വയ്ക്കും. എന്നിട്ട് കൂടുതൽ വിലയ്ക്ക് എന്ത് ചെയ്യും? അത് കൊടുക്കുക, അരിയോ സാധനങ്ങളൊക്കെ കൊടുക്കുക. അതിനെയാണ് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും എന്നൊക്കെ പറയാം. അതായത്
മാർക്കറ്റിൽ അവൈലബിലിറ്റി കൂടുതലുള്ള സാധനം എന്ത് ചെയ്യുക, കൂടുതൽ വിലയ്ക്ക്, അവൈലബിലിറ്റി അല്ല എന്താ പറയുക, ആവശ്യം കൂടുതലുള്ള സാധനത്തിന് കൂടുതൽ വിലയ്ക്ക് കൊടുക്കുക. പിന്നെ വരുന്നത് ഡിസെപ്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, അതായത് വഞ്ചനാപരമായ വ്യാപാര പ്രവർത്തനങ്ങൾ. അതായത് ഗുണമേന്മ കുറവുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ അളവ് തൂക്കം. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഡിഫക്റ്റീവ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അതായത് അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ പണ്ടൊക്കെ ത്രാസിൻ്റെ അടിയിൽ ചെറിയൊരു കട്ട വയ്ക്കും, ഇരുമ്പ് കട്ട എങ്ങനെ വയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റാണ്, വെയിറ്റൊക്കെ കറക്റ്റാണ്, പക്ഷെ അടിയിൽ അവരിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു 100 ഗ്രാമോ 200 ഗ്രാമോ ഒക്കെ ഇതിൽ കുറവ് വരാം. അപ്പോൾ അത്രയും പൈസ അവർക്ക് കൂടുതൽ കിട്ടാം. അപ്പോൾ അങ്ങനെ തൂക്കത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടുള്ള കളവുകൾ. നെക്സ്റ്റ് വരുന്നത് ഡിസെപ്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, അതായത് വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതായത് ചെറിയ ഇപ്പോൾ നമ്മൾ ലേസിൻ്റെ പാക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ, അത് പകുതി ഗ്യാസ് ആയിരിക്കും. എന്നുവെച്ചാൽ 4-5 കഷ്ണത്തിന് വേണ്ടിയിട്ട് 5 രൂപയുടെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 4-5 കഷ്ണം ഉണ്ടാവും, ബാക്കിയൊക്കെ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സാധനങ്ങൾ വിൽക്കുക. അതേപോലെ കൃത്യമായിട്ടുള്ള അതിൻ്റെ വിവരങ്ങളൊക്കെ പറയാതെയും ഒക്കെ വിൽക്കുക. അതുപോലെ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നത്. പിന്നെ സൗജന്യ ഡിസ്കൗണ്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷെ എന്താ കാര്യം, ഒരു കാര്യമില്ല. ശരിക്കും നോക്കി വരുമ്പോൾ അതേ പ്രൈസൊക്കെ തന്നെ വരും. ഇനി പുവർ കൺസ്യൂമർ ഗൈഡൻസ്, അപര്യാപ്തമായ ഉപഭോക്തൃ മാർഗനിർദ്ദേശങ്ങൾ. കൃത്യമായിട്ടുള്ള ഉൽപ്പന്നത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഉപഭോക്താവിന് പറഞ്ഞു കൊടുക്കാതെ അവരെ കബളിപ്പിച്ചുകൊണ്ട് വ്യാപാരം നടത്തുക. ഇനി നെക്സ്റ്റ് വരുന്നത് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ട് ISI മുദ്രകൾ, അക്മാർക്ക് മുദ്രകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം മുദ്രണങ്ങളൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റുകൾ വിൽക്കുക. അപ്പോൾ ഗുണനിലവാരം ഇല്ലാത്ത പ്രോഡക്റ്റുകൾ വിൽക്കുക. അത്തരം പ്രോഡക്റ്റുകളുടെ അഭാവം മൂലം നമ്മൾ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരിക. ഇതൊക്കെയാണ് ഒരു കൺസ്യൂമർ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രോബ്ലംസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം വഴി നമുക്ക് ഗവൺമെൻറ് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് ഗവൺമെൻറ് കൊടുക്കുന്നതെന്നുള്ളത്. ഒന്ന്, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അതായത് ഹാനികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുക. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ നമുക്കൊരു സുരക്ഷിതത്വം ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം, നമുക്കിഷ്ടപ്പെട്ട ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം നമുക്ക് ഈ ഒരു ആക്ട് വഴി കിട്ടുന്നുണ്ട്. അറിയുവാനുള്ള അവകാശം, നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ കാര്യക്ഷമത, അതിൻ്റെ ചേരുവകൾ, അതിൻ്റെ വില, അതൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള നമ്മുടെ അവകാശം. പരാതി ഉന്നയിക്കാനുള്ള അവകാശം, നമുക്കതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കതിനെതിരെ പരാതിപ്പെടാനുള്ള അവകാശം. ഉപഭോക്താവ് പറയുന്നത് കേൾക്കാനുള്ള അവകാശം. ഉപഭോക്തൃ കോടതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ പ്രശ്നം, ഈ ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് അത് നമുക്കവിടെ പറയാനായിട്ട് പറ്റും. നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള അവകാശം, നമ്മുടെ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് ന്യായമുണ്ടെങ്കിൽ എന്താണ്, ന്യായമായ നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കും. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, നമുക്ക് ഇത്തരം കമ്പോളങ്ങളുമായിട്ടും ഇനി എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എന്നൊക്കെ രീതിയിൽ നമ്മളെ ഉപഭോക്തൃ വിദ്യാഭ്യാസം ഓരോ പൗരനും അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള അവകാശം, ഒരു നല്ല ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട വസ്ത്രം, ഭക്ഷണം, ആരോഗ്യം, സംരക്ഷണം, കുടിവെള്ളം, ശുചീകരണം, വീട്, വിദ്യാഭ്യാസം, ഗതാഗതം, ഊർജം, ഇതൊക്കെ എന്താണ് ഈ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെടും. ഇതൊക്കെ എന്താണ് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ ആക്ട് പ്രകാരം കിട്ടുന്നുണ്ട്. ആരോഗ്യകരമായ ചുറ്റുപാടിനുള്ള അവകാശം, ഇതോടൊപ്പം ഒരു ഗുണനിലവാരമുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുകളെ കൂടെ സംരക്ഷിക്കുക, ആ ചുറ്റുപാടുകളെ കൂടെ ആരോഗ്യകരമായി സംരക്ഷിക്കുക, അതിനുള്ള ഒരു അവകാശം കൂടെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ആ നിയമങ്ങൾ, എന്തൊക്കെ നിയമങ്ങളിലൂടെയാണ് നമുക്കിത് ഉറപ്പ് നൽകുന്നത് എന്നാണ് നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അതായത്
ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട്. അപ്പോൾ ഇവിടെ ഈ നിയമം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതുപോലെ ഫാം ഉൽപ്പന്നങ്ങൾ ഇതിനൊക്കെ കൊടുക്കുന്ന അഗ്മാർ മുദ്ര നൽകുക. നേരത്തെ പറഞ്ഞില്ല അഗ്മാർ മുദ്രയുള്ള നെയ്യ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ പരസ്യത്തിൽ, ആ അഗ്മാർ മുദ്ര നൽകുന്നതാണ് ഈ ആക്ട്. രണ്ടാമത്തത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, അതായത് അനുയോജ്യമായ ബില്ലോടുകൂടി സൗന്ദര്യവർദ്ധക വസ്തുക്കളും മരുന്നുകളും ഉയർന്ന ഗുണമേന്മ ഉറപ്പാക്കുക. ഇതാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. നെക്സ്റ്റ് വരുന്നത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്. അഡൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായം ചേർക്കുക. അപ്പോൾ എന്താണ്, ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട ആക്ട്. നെക്സ്റ്റ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സേവനങ്ങളും കമ്പോളത്തിൽ ഉറപ്പുവരുത്താൻ, സാധനങ്ങളും സേവനങ്ങളും ഉറപ്പുവരുത്താം. അതിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പരുത്തി, കമ്പിളി വസ്ത്രങ്ങൾ, മരുന്ന്, പെട്രോൾ, അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, MRTR എന്ന് പറയും ഷോർട്ട് ഫോമിൽ ആക്ട്. അത് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, അനാവശ്യ പരസ്യം, അങ്ങനെ തെറ്റായ പരസ്യം കൊടുത്ത് നമ്മളെ ചൂഷണം ചെയ്യില്ലേ, അതിനെതിരെയൊക്കെയുള്ള ആക്റ്റാണ് MRTR ആക്ട്. നെക്സ്റ്റ് ആക്ട് വരുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട്. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ത്രാസിൻ്റെ അടിയിൽ കട്ടി വെച്ചിട്ട്, അതായത് അളവിലും തൂക്കത്തിലൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടങ്ങൾക്കെതിരെ നമുക്ക് കൊടുക്കാവുന്നതാണ് പാസ്സാക്കിയിട്ടുള്ള നിയമം. അടുത്തത് ഫ്രൂട്ട് പ്രോഡക്റ്റ് ഓർഡർ, FPO, അതായത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ അത് ഗുണമേന്മയിലും പാക്കിങ്ങിലും ലേബലിങ്ങിലും ശുചിത്വത്തിലും വിൽപ്പനയിലും എല്ലാം എന്ത് വേണം, ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന ആക്റ്റാണ് FPO, ഫ്രൂട്ട് പ്രോഡക്റ്റ് ഓർഡർ. അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, CPA എന്ന് പറയും, COPRA എന്നൊക്കെ പറയും. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ നിയമം കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഈ നിയമത്തിലൂടെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ അതിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കേസ് ഫയൽ ചെയ്യാം. അങ്ങനെ നമുക്കൊരു കൺസ്യൂമർ കോടതിയിൽ പോവാം, നമ്മുടെ വാദം കേൾക്കും, എന്നിട്ട് നമുക്ക് ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം അതുവഴി അനുവദിച്ച് കിട്ടും. നെക്സ്റ്റ് BIS ആക്ട് അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതാണ് ISI മുദ്രണം കൊടുക്കുന്നത്, ISI ഗുണനിലവാര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ ഇത്തരം ആക്റ്റുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ആക്റ്റുകളൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉപഭോക്താക്കൾ വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളത്. ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ബോധവാന്മാരാക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ കമ്പോളങ്ങളിൽ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെട്ടേക്കാം. ഉപഭോക്താവ് എന്ത് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, എത്രത്തോളം വാങ്ങണം, അതുപോലെ വാങ്ങിയ ഉൽപ്പന്നം എങ്ങനെ വിനിയോഗിക്കണം എന്നെല്ലാം അവരിൽ അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഒരു ഉപഭോക്താവ് എന്ത് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, എത്രത്തോളം വാങ്ങണം, വാങ്ങിയ ഉൽപ്പന്നം എങ്ങനെ വിനിയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ അവരിൽ നിന്ന് അവബോധം സൃഷ്ടിച്ചെടുക്കുന്ന അതിനെയാണ് നമ്മൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ബുദ്ധിപരമായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ഉൽപ്പന്നം എങ്ങനെ പോയി വെറുതെ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരുന്നതിന് പകരം ഒരു ഉൽപ്പന്നം വാങ്ങി അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക, അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി കാർഡ് ചോദിച്ചു വാങ്ങുക, ബില്ല് ചോദിച്ചു വാങ്ങുക. അപ്പോൾ എങ്ങനെ ഒരു സാധനം വാങ്ങണമെന്ന് നമ്മളത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. വിശ്വസ്തവും ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു വില പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള വില ഇത് തന്നെയാണോ, MRP നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനും വേണ്ടി വന്നാൽ വില പേശാനും ഒക്കെ നമുക്ക് നമ്മളെ പ്രാപ്തരാക്കും. കമ്പോളങ്ങളിലെ അഴിമതി വിവരങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.
ഒരു പ്രശ്നത്തെ അനുയോജ്യമായ രീതിയിൽ നേരിടാനായിട്ട് കഴിയും. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങളാണ്. ഇനി ഇതൊക്കെയാണ് എന്തൊക്കെയാണ് ഇതൊക്കെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങൾ. എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം? അതിൻ്റെ നേട്ടങ്ങൾ. ഇനി എന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്? കാര്യങ്ങൾ ബുദ്ധിപരമായി തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള കഴിവ് വികസിക്കുന്നു. സുരക്ഷിതവും വിശ്വസനീയവുമായ മികച്ച നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക്. ഇത് തന്നെയാണ് അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ നേട്ടങ്ങൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും മെറിറ്റ്സും അഡ്വാൻറ്റേജും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ സുരക്ഷിതവും വിശ്വസനീയവുമായ മികച്ച നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ആവശ്യപ്പെടാൻ സാധിക്കുന്നു. വിപണിയിലെ അഴിമതിക്കെതിരെ ജാഗ്രത പാലിക്കുക. നന്നായി അറിവുള്ളവരും ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നു. ഒരു പ്രശ്നം നേരിടുവാൻ ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ കഴിയുന്നു. ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ നേട്ടങ്ങളായിട്ടും വരുന്നത്. ഇനി ഇതൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങളായിട്ടും വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡർഡൈസേഷൻ മാർക്ക് അല്ലെങ്കിൽ ഗുണനിലവാര മുദ്ര എന്താണെന്നുള്ളതാണ്. അത് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് കൊടുക്കുന്ന ഒരു മുദ്ര, അതിനെയാണ് എന്താ പറയുക? ഗുണനിലവാര മുദ്ര. ഉപയോഗിച്ച മെറ്റീരിയൽ, നിർമ്മാണ രീതി, ലേബലിംഗ്, പാക്കിംഗ്, വിൽപ്പന, പ്രകടനം എന്നിവ കണക്കിലെടുത്ത് ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് നൽകുന്ന അടയാളമാണ് എന്ത്? സ്റ്റാൻഡർഡൈസേഷൻ മാർക്ക്. ഒരു ഉൽപ്പന്നം അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അതിൻ്റെ ലേബലിംഗ് എങ്ങനെയാണ്, പാക്കിംഗ് എങ്ങനെയാണ്, അതേപോലെ അതിൻ്റെ വിൽപ്പന, അതുപോലെ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അതൊക്കെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുന്ന നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു അടയാളം, അതിനെയാണ് എന്ത് പറയുന്നത്? ഗുണനിലവാര മുദ്ര അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ മാർക്ക്. അതേതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ISI മാർക്ക് ഉണ്ട്, അഗ് മാർക്ക് ഉണ്ട്, FPO ഉണ്ട്, വൂൾ മാർക്ക് ഉണ്ട്, എക്കോ മാർക്ക് ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി എന്താണ് ലേബൽ? ഒരു ലേബൽ എന്നാൽ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ പാക്കേജിങ്ങിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കടലാസാണ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ലേബൽ എന്ന് പറയുമ്പോൾ അതിന് വിലയുണ്ടാവും, അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഉൽപ്പന്നത്തെക്കുറിച്ചിട്ടുള്ള സകല വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കടലാസിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേബൽ. അതുമായി ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു കടലാസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ലേബൽ എന്ന് പറയുന്നത്. ഒരു ലേബൽ എന്നാൽ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കേജിങ്ങിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കടലാസാണ്. അതിലെന്തൊക്കെ ഉണ്ടാവാം? ഉൽപ്പന്നത്തിൻ്റെ പേരുണ്ടാവാം, ബ്രാൻഡിൻ്റെ പേരുണ്ടാവാം, ഉൽപ്പാദകരുടെ പേരും വിലാസവും ഉണ്ടാവാം, ഉൽപ്പന്നത്തിലെ ചേരുവകൾ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാം. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്കിത് എവിടെ ഇരിക്കേണ്ടതെന്ന് മനസ്സിലാവും അല്ലേ? ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം, ഉപയോഗിക്കേണ്ട വിധവും പരിചരണവും, ഉപയോഗിച്ച ദിവസവും കാലഹരണ ദിവസവും, ഉൽപ്പാദിച്ച ദിവസവും കാലഹരണ ദിവസവും, അതായത് മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും, മൊത്തം അളവ്, പരമാവധി ചില്ലറ വില MRP, മുൻകരുതലുകളും നിർദ്ദേശങ്ങളും, ഗ്യാരണ്ടി കാലയളവ്, ഇതൊക്കെയാണ് അതിലുണ്ടായിരിക്കാം. ഇനി എന്താണ് ഈ പാക്കേജിങ്? പാക്കേജിങ് എന്നൊരു ഉൽപ്പന്നം വിപണനത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ചിരിക്കുന്ന ആവരണമോ കണ്ടെയ്നറോ ആണ്. അതിൻ്റെ പുറംമോടി, അതിനെയാണ് എന്ത് പറയുക? പാക്കേജിങ് എന്ന് പറയാം. അങ്ങനെ പാക്കേജ് അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന്, കേടുവരൽ, പൊട്ടിപ്പോവുക, നാശനഷ്ടം വരിക, ഇതെന്നൊക്കെ പാക്കേജിങ് സംരക്ഷിക്കുന്നു. ഉൽപ്പന്നത്തെ കൈകാര്യം ചെയ്യുന്നതിനും കൊണ്ടു നടക്കുന്നതിനും സൂക്ഷിച്ചു വയ്ക്കുന്നതിനും സൗകര്യമാണ്. മോഷണം, മായം ചേർക്കൽ എന്നിവയിൽ നിന്നും ഉൽപ്പന്നത്തെ സംരക്ഷിക്കുന്നു. ആകർഷകമായ പാക്കിംഗ് ഉപഭോക്താക്കൾ വാങ്ങുന്നതിന് പ്രേരണ നൽകുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ആകർഷിക്കാനായിട്ട് ഇപ്പോൾ ലേസിൻ്റെ പാക്കറ്റും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? അതൊക്കെയാണ്. ഇനി പരസ്യം എന്താണ്? ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് നൽകുന്ന വിവരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? പരസ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ ഉൽപ്പന്നത്തെ അതിൻ്റെ പ്രത്യേകതകൾ, ഉപയോഗം, ലഭ്യത എന്നിവയെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് വിവരം നൽകുക എന്ന ഉദ്ദേശത്തോടെ മാധ്യമങ്ങളിലൂടെ നൽകുന്ന വിവരണമാണ് പരസ്യം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു ഉൽപ്പന്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഇനി എന്താണ് ഉപഭോക്തൃ പ്രസ്ഥാനം? വ്യാപാരികളും നിർമ്മാതാക്കളും അന്യായമായ നടപടികൾക്കെതിരെ ഉപഭോക്താക്കളുടെ സംയുക്ത ഇടപെടലുകളാണ് ഉപഭോക്തൃ പ്രസ്ഥാനം. അതായത് ഇപ്പം നമ്മളൊരു സാധനം വാങ്ങി, അപ്പം ആ സാധനം അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനെതിരെ നമ്മൾ ഉപഭോക്താക്കൾ ഇടപെടുക, നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക. അതിനെയാണ് എന്ത് പറയുക? ഉപഭോക്തൃ പ്രസ്ഥാനം എന്ന് പറയുന്നത്. വ്യാപാരികളുടെയും നിർമ്മാതാക്കളുടെയും അന്യായമായ നടപടികൾക്കെതിരെ ഉപഭോക്താക്കളുടെ സംയുക്ത ഇടപെടലാണ് ഉപഭോക്തൃ പ്രസ്ഥാനം. അതായത് ഇങ്ങനെ ഉപഭോക്തൃ പ്രസ്ഥാനം വഴി ഒരു ഉപഭോക്താവിന് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക എന്നുള്ളത് അവരുടെ മാത്രമല്ല, കബളിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇനി കൺസ്യൂമർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഉപഭോക്തൃ പ്രസ്ഥാനം എങ്ങനെയൊക്കെയാണ് കൺസ്യൂമറിനെ ഹെൽപ്പ് ചെയ്യണേന്ന് നോക്കുക, സഹായിക്കുന്നതെന്ന് നോക്കുക. അവരുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും അറിയാനും അവ പതിവായി ഉപയോഗിക്കാനും സഹായിക്കുന്നു. നടപടിയെടുക്കുകയും തെറ്റായ നടപടികളുടെ കേസുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും ഇതിന് പരിഹാരം തേടാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും ഉപഭോക്താവിനെ സഹായിക്കുന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ, ഉപഭോക്തൃ നിയമങ്ങൾ, അവർക്ക് പ്രയോജനകരമായ സ്കീമുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുന്നു. ഇവരെ ഉപഭോക്താക്കളെ ബോധവാന്മാരാക്കുന്നു. പുതിയ കാര്യങ്ങൾ അവരെ ബോധവാന്മാരാക്കുന്നു. ഉപഭോക്തൃ താല്പര്യങ്ങൾ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കൺസ്യൂമർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഉപഭോക്തൃ പ്രസ്ഥാനം ഉപഭോക്താക്കളെ ഈ രീതിയിലൊക്കെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഉപഭോക്താക്കളെക്കുറിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർ സംരക്ഷണം കൊടുക്കുന്ന നിയമങ്ങളെക്കുറിച്ചുമൊക്കെ. നമ്മൾ ഏറ്റവും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ചതിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പഠിച്ചെടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. ലോസ് പഠിക്കുക, ഓരോ ലോയുടെ പേര് പഠിക്കുക, ആ ലോ എന്തിനാന്നുള്ളത്, ആ ലോയുടെ എന്തിനാണ് ആ ലോ പാസ്സാക്കിയിട്ടുള്ളതെന്നും പഠിക്കുക. പിന്നെ ചില മാർക്കുകൾ, മറ്റേ ISI, അഗ്മാർക്ക് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പഠിക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. താങ്ക് യു.